ഹായ് ഗൈസ്, നമസ്കാരം. വിഷ്ണുവാണ്. അപ്പോൾ നമ്മുടെ ഗവിയിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. എൻ്റെ വീഡിയോയ്ക്കിടയിൽ ഈ അപ്പം എന്ന വാക്ക് ഒരുപാട് വരുന്നുണ്ടെന്ന് പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. സോറി, പറഞ്ഞ് ശീലിച്ചാണ്, മാറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ പോവുകയാണ്. നേരെ വണ്ടിപ്പെരിയാർ കൂടി കോട്ടയത്തേക്ക് തിരിച്ചു പോവുകയാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ ട്രിപ്പ്. ഇവിടെ നല്ലോണം ക്ലോസ് ആയിട്ട് ഇവിടെ ഫോട്ടോ എടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഏതെങ്കിലുമൊക്കെ മൃഗത്തെ കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇവിടെ നമുക്ക് കൊച്ചുപമ്പ ഡാമുണ്ട്. ഇത് കഴിഞ്ഞുള്ളത് ഗവി ഡാമാണ്. അപ്പം ഈ രണ്ട് ഡാമാണ് നമുക്കിവിടെ അടുത്തടുത്തുള്ളത്. അല്ലാതെ വേറെ ഡാമുകളൊന്നും നമുക്കിവിടെ നിലവിലും അടുത്തില്ല. അപ്പോൾ ഇവിടെയൊക്കെ നിർത്തി ഒന്ന് ഫോട്ടോ എടുത്ത് പോകണമെന്നാണ് സാറുമാർ പറഞ്ഞത്. ഓൾറെഡി സാർ ഇവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ സാറിന് ഇവിടെ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറ് പോകുന്ന വഴിക്ക് ഡാമുകളെ പറ്റി കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇതിവിടെ ഡാം സ്ഥാപിച്ച ആളുടെ പേരിലുള്ള എന്തോ സ്തൂപമാണെന്നാണ് സാറ് പറഞ്ഞത്. നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിയില്ല. പിന്നെ നമുക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സാറിൻ്റെ ഫുള്ള് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇനി നമുക്ക് പ്രത്യേകിച്ച് കാണാനായിട്ട് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഗവി സിനിമ കണ്ടിട്ട്, അതായത് ഓർഡിനറി സിനിമ കണ്ടിട്ടാണ് ഗവി കാണാൻ വരുന്നത്. ഒരിക്കലും അത് പ്രതീക്ഷിച്ച് ഗവിയിലേക്ക് വരരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാനിപ്പോൾ രണ്ടാമത്തെ തവണയാണ് വരുന്നത്. ആദ്യം നമ്മൾ സിനിമ എക്സ്പെക്റ്റ് ചെയ്ത്, അതായത് സിനിമ കണ്ട് ആ ഒരു രീതിയിൽ പ്രതീക്ഷിച്ച് വന്നു. പക്ഷെ ആ ഒരു രീതിയിലുള്ള ഒന്നുമല്ല ഗവിയിൽ കാണാനായിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഗവി എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റ് ഏരിയ മാത്രമാണ്. അത് നമ്മൾ ശരിക്കും കാടുകളെ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എൻജോയ് ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലം മാത്രമാണ് ഗവി എന്ന് പറയുന്നത്. നമ്മൾ ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നിടം, അതായത് ആങ്ങമൂഴി തൊട്ട് വണ്ടിപ്പെരിയാർ വരെയുള്ളതിൽ നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത് എന്ന് പറയുന്നത് ഡാമുകളാണ്. ഡാമുകളാണ് നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത്. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനായിട്ടില്ല. ഡാമുകൾ കാണാനുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്ക് അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെയും കാണാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫോറസ്റ്റ് റോഡ് തന്നെയാണ്. ഏകദേശം 90 കിലോമീറ്ററാണ് ഈ റോഡ്. അതായത് നമുക്ക് ആങ്ങമൂഴി മുതൽ വണ്ടിപ്പെരിയാർ വരെ വരുന്നത് ഏകദേശം 90 കിലോമീറ്ററാണ്. ഇതിനിടയിലെല്ലാം ഉള്ളത് KSEBയുടെ തന്നെ ചെറിയ ചെറിയ ഡാമുകളും അതുപോലെ തന്നെ അവരുടെ തന്നെ ചെറിയ എസ്റ്റേറ്റുകൾ, കാര്യങ്ങൾ അതൊക്കെയാണുള്ളത്. പിന്നെ കൊച്ചുപമ്പയിൽ ബോട്ടിങ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പോകുന്ന വഴിക്ക് 1-2 ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടികൾ നോക്കുന്നവരുടെയും ഉണ്ട്. അപ്പോൾ ഈ രണ്ടുമാണ് മെയിനായിട്ട് ഇതിനിടയ്ക്കുള്ള പ്രോപ്പർട്ടീസ്. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ഒരു മൃഗത്തിനെ കാണാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഉറപ്പായില്ല, അത് ചീറ്റിപ്പോയി. ഫ്രണ്ടിലൊരു മയിൽ നിൽപ്പുണ്ട്. നമ്മൾ ചെറുതായിട്ട് അതിനെ മാത്രം ഇന്ന് കണ്ടു. ഇപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം കാണുന്ന മയിലിനെയാണ്. അല്ലാതെ നമുക്ക് ഇതുവരെ മൃഗങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം കണ്ടത് മയിലിനെയാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും കാണാൻ പറ്റുമെന്നാണ് സാറ് പറഞ്ഞത്. സാറ് ഇതിനു മുമ്പ് ഉള്ളതുകൊണ്ട് തന്നെ സാറിന് കാര്യങ്ങളൊക്കെ അറിയാം. അത്യാവശ്യം ഒരു നല്ല റോഡാണ് ഇനി നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം കൊച്ചുപമ്പ കഴിഞ്ഞ് കുറച്ചുകൂടെ ഏകദേശം ഒരു 2 കിലോമീറ്റർ, ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്ററാണ് ഗവിയിലേക്കുള്ള ദൂരം. അപ്പം അതുകൊണ്ട് തന്നെ ആ 10 കിലോമീറ്ററിൽ നമുക്ക് അത്യാവശ്യം ഒരു സ്പീഡിൽ പോകാൻ പറ്റുന്ന റോഡുകൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഇവിടെ വരുന്നവർ ഏറ്റവും പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കാര്യങ്ങൾ ഒന്ന് മാക്സിമം അവിടെ ഇവിടെ ഒന്നും വലിച്ചെറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മളാണ് പ്രകൃതിയെ നശിപ്പിക്കുന്നതും അതുപോലെ തന്നെ നല്ലതാക്കുന്നതും. അതുപോലെ തന്നെ കുറച്ച് കാട്ടുകുരങ്ങിനെയൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റി. നമ്മൾ ആദ്യം മയിലിനെ കണ്ടത്, ഇപ്പോൾ കണ്ടത് കാട്ടുകുരങ്ങിനെയാണ്. ഈ ഏരിയയിലൊക്കെ ആന വരുന്നതാണെന്നാണ് സാറ് പറഞ്ഞത്. കാരണം അത്യാവശ്യം ചതുപ്പ് നിലങ്ങളാണ് കൂടുതലായിട്ട്. അപ്പം ആനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പോകുന്ന ഇത് കഴിഞ്ഞ് ഒരു 2 കിലോമീറ്റർ, 1 കിലോമീറ്ററൂടെ കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു കടയൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് തേന കാര്യങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്, പ്രൊഡക്ട്സ് ആണ്. അതുപോലെ തേന, കുന്തിരിക്കത്തിൻ്റെ കട്ട, ഇതൊക്കെ നമുക്ക് അവിടെ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് പർച്ചേസും ചെയ്യണം. നമ്മുടെ ഈ ഇടത്തെ സൈഡിൽ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ആന വെള്ളം കുടിക്കാൻ വരുന്നതാണ്. നമുക്കൊരു ആനേനെ കാണാൻ പറ്റും. ഒന്നല്ല, ഒരു 2-3 എണ്ണം ഉണ്ട്. നമ്മൾ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിപ്പോയി. നമ്മൾ ഇടയ്ക്ക് പർച്ചേസിന് ഇറങ്ങിയായിരുന്നു, അല്ലെങ്കിൽ കറക്റ്റ് നമുക്ക് ഫുള്ളായിട്ട് കാണാമായിരുന്നു. അപ്പം ആനേനെയൊക്കെ കണ്ട് നമ്മൾ വഴിയെ പോവുകയാണ്. നമ്മൾ ഏകദേശം ഇനി അടുത്ത വണ്ടിപ്പെരിയാറാണ്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ മിച്ചമുള്ളൂ വണ്ടിപ്പെരിയാർ ടൗണിലേക്ക്. വണ്ടിപ്പെരിയാറിൽ നിന്ന് നമ്മൾ നേരെ കോട്ടയത്തേക്ക് പോകുന്നു. അല്ലാതെ നമുക്ക് ഇടയ്ക്ക് വേറെ പരിപാടികൾ കാര്യങ്ങളൊന്നുമില്ല.
അപ്പോൾ നമുക്ക് തേയിലത്തോട്ടങ്ങൾ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് വണ്ടിപ്പെരിയാർ ആ ഏരിയ മുഴുവൻ കുട്ടിക്കാനം ആ ഒരു ഏരിയയിലാണ് നമുക്ക് തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളും എല്ലാം കാണാൻ കഴിയുന്നത്. അല്ലാതെ വരുന്ന വഴിക്കൊക്കെ കാപ്പിയും അതുപോലെ തന്നെ ഏലമൊക്കെ ഉണ്ട്. അല്ലാതെ വേറെ തേയിലത്തോട്ടങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ ഈ മൂന്നാം ട്രിപ്പ് അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ സലാം.